ഇറാന്റെ പുതിയ അമരക്കാരൻ മുജ്തബ ഖമേനി. പതിറ്റാണ്ടുകളായി ഇറാന്റെ രാഷ്ട്രീയ ഇടനാഴികളിൽ കേൾക്കുന്ന ഒരു പേരാണിത്. പക്ഷേ ലോകം അദ്ദേഹത്തെ അധികം കണ്ടിട്ടില്ല. ക്യാമറകൾക്ക് മുന്നിൽ വരാൻ താല്പര്യമില്ലാത്ത, എന്നാൽ അണിയറയിൽ കരുക്കൾ നീക്കുന്ന ഒരു മിസ്റ്ററി മാൻ. അതാണ് മുജ്തബ ഖമേനി. നമസ്കാരം. ആരാണ് ശരിക്കും മുജ്തബ? പൊതുവേദികളിൽ പ്രസംഗിക്കാനോ ക്യാമറയ്ക്ക് മുന്നിൽ വരാനോ അദ്ദേഹം നിൽക്കാറില്ല. പക്ഷേ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗവും സൈന്യവും നീങ്ങുന്നത് അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിലാണ്. മുജ്തബയുടെ ഏറ്റവും വലിയ കരുത്ത് ദുഖ്സ് ഫോഴ്സുമായുള്ള അഗാധ ബന്ധമാണ്. അന്തരിച്ച ജനറൽ ഖാസിം സുലൈമാനിയുമായി മുജ്തബയ്ക്കുണ്ടായിരുന്ന ആത്മബന്ധം പ്രസിദ്ധമാണ്. സിറിയയിലെയും ഇറാഖിലെയും ഇറാന്റെ സൈനിക ഇടപെടലുകൾക്ക് മുന്നിൽ മുജ്തബയുടെ ബുദ്ധിയുണ്ടായിരുന്നു. സുലൈമാനിയുടെ വിയോഗത്തിന് ശേഷം ആ വിടവ് നികത്താൻ മുജ്തബ നേരിട്ട് രംഗത്തിറങ്ങിയത് ഇറാന്റെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കി. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ ടെഹ്റാനിൽ നിന്നും പുറത്തു വരുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ യുഗത്തിന് ശേഷം ഇറാന്റെ പരമാധികാരം ആരുടെ കൈകളിലേക്ക് എത്തുമെന്ന ചോദ്യത്തിന് ഇപ്പോൾ ഉത്തരമായിരിക്കുകയാണ്. ഖമേനിയുടെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനി ഇറാന്റെ പുതിയ സുപ്രീം ലീഡറായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് വെറുമൊരു അധികാര കൈമാറ്റമല്ല. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാൻ കണ്ട ഏറ്റവും നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇത്. ആരാണ് നിഴൽ രൂപമായി ഇത്രയും കാലം ഖമേനിക്ക് പിന്നിൽ നിന്നിരുന്ന മുജ്തബ ഖമേനി? എന്തുകൊണ്ടാണ് ഇറാനിലെ വിദഗ്ധ സമിതി അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്തത്? മുജ്തബ ഖമേനി എന്ന പേര് ഇറാന്റെ രാഷ്ട്രീയ ഇടനാഴികളിൽ മുഴങ്ങിക്കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. 1969 മാഷാദിലാണ് മുജ്തബയുടെ ജനനം. അലി ഖമേനിയുടെ 6 മക്കളിൽ രണ്ടാമൻ. പിതാവിനെ പോലെ തന്നെ മതപരമായ വിദ്യാഭ്യാസത്തിലൂടെയാണ് മുജ്തബ വളർന്നത്. എന്നാൽ വെറുമൊരു മതപണ്ഡിതൻ എന്നതിലുപരി ഇറാന്റെ അധികാര കേന്ദ്രമായ ബൈത്ത് റഹ്ബരി അഥവാ സുപ്രീം ലീഡറുടെ ഓഫീസിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി അദ്ദേഹം മാറി. പലപ്പോഴും ഗേറ്റ് കീപ്പർ എന്നാണ് മുജ്തബയെ അറിയപ്പെട്ടിരുന്നത്. പിതാവ് അലി ഖമേനിയിലേക്കുള്ള എല്ലാ വഴികളും മുജ്തബയിലൂടെയായിരുന്നു. ഇറാന്റെ വിദേശ നയം, സൈനിക നീക്കങ്ങൾ, പ്രത്യേകിച്ച് റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം മുജ്തബയുടെ നിശബ്ദമായ ഇടപെടലുകളിലൂടെ ആയിരുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. എന്തുകൊണ്ടാണ് മുജ്തബയുടെ ഈ ഉദയം ഇത്ര ചർച്ചയാകുന്നത്? അതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, പാരമ്പര്യ ഭരണം. ഇറാനിലെ വിപ്ലവത്തിന്റെ ഒരു അടിസ്ഥാന തത്വം തന്നെ രാജഭരണത്തെ എതിർക്കുക എന്നതായിരുന്നു. അതിനാൽ തന്നെ പിതാവിൽ നിന്നും മകനിലേക്ക് അധികാരം എത്തുമ്പോൾ അത് പുതിയ തരം രാജവാഴ്ചയാണ് എന്ന വിമർശനം ആഭ്യന്തരമായി ഉയരാൻ സാധ്യത കൂടുതലാണ്. അത് മറികടക്കാൻ മതസമിതിക്ക് വലിയ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, സൈന്യവുമായുള്ള ബന്ധമാണ്. ഇറാന്റെ കരുത്തായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സുമായി മുജ്തബയ്ക്ക് അടുത്ത ബന്ധമാണുള്ളത്. 2009 വിവാദപരമായ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിൽ മുജ്തബ നിർണായക പങ്ക് വഹിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട്. സൈന്യത്തിന്റെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ അധികാരം നിലനിർത്താൻ അദ്ദേഹത്തിന് എളുപ്പമായിരിക്കുകയും ചെയ്യും. മുജ്തബയുടെ മുന്നിലുള്ള പാത അതത്ര സുഖമുള്ളതല്ല. ഇറാൻ സാമ്പത്തികമായി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ് ഇത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം, ഇസ്രായേലുമായി വർദ്ധിച്ചു വരുന്ന സംഘർഷം, ആഭ്യന്തരമായി ജനങ്ങൾക്കിടയിലുള്ള പ്രതിഷേധങ്ങൾ, ഇവയെല്ലാം പുതിയ സുപ്രീം ലീഡർ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഒരു വശത്ത് ആയത്തുള്ള ഇബ്രാഹിം റൈസിയുടെ വിയോഗം സൃഷ്ടിച്ച വിടവ്, മറുവശത്ത് ഖമേനിയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള തർക്കങ്ങൾ. ഇവയ്ക്കിടയിലാണ് അസംബ്ലി ഓഫ് എക്സ്പേർട്സ് മുജ്തബയുടെ പേര് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് ഇറാന്റെ വിദേശ നയങ്ങളിൽ മാറ്റം വരുത്തുമോ, അതോ പഴയ നിലപാടുകളിൽ കൂടുതൽ കർക്കശമാക്കുമോ? ഇറാൻ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. മുജ്തബ ഖമേനി എന്ന പേര് ഇനി ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും. മുജ്തബ ഖമേനിയുടെ രാഷ്ട്രീയ നിലപാടുകളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾ ഇടയാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന വിഷയമാണ്. ചില അമേരിക്കൻ വിശകലന വിദഗ്ധർ പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവിനേക്കാൾ കൂടുതൽ കടുത്ത നിലപാടാണ് മുജ്തബ സ്വീകരിക്കാൻ ഇടയുള്ളത് എന്നാണ്. ഇറാന്റെ ആണവശേഷി ശക്തിപ്പെടുത്തുന്നതിൽ കൂടുതൽ ആക്രമണാത്മക സമീപനം അദ്ദേഹം സ്വീകരിക്കുമെന്നാണ് ചിലരുടെ വിലയിരുത്തൽ. അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇറാനും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കൂടുതൽ ശക്തമായേക്കാമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉയർച്ച പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. US ഇസ്രായേൽ സംഘർഷങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പുതിയ നേതാവായി അദ്ദേഹം രംഗത്തെത്തുന്നത് ലോക രാഷ്ട്രീയത്തിൽ തന്നെ പുതിയ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ഇസ്രായേൽ അദ്ദേഹത്തിന് നേരിട്ട മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നും വാർത്തകളുണ്ട്. മറ്റൊരു വിവാദം അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തെയും ചുറ്റിപ്പറ്റിയാണ്. ചോർന്നു കിട്ടിയ നയതന്ത്ര രേഖകൾ പ്രകാരം 2004 മുതൽ 2008 വരെ വന്ധ്യതാ ചികിത്സയ്ക്ക് അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡംസിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് നിരവധി യാത്രകൾ നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ ഇറാനിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു. എന്തൊക്കെയായാലും ഇത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ്. മധ്യേഷ്യയിലെ സമാധാന ശ്രമങ്ങളെയും ആഗോള വിപണിയെയും വരെ ബാധിക്കാവുന്ന ഒന്നാണ് ഈ അധികാര കൈമാറ്റം.
ഇനി ലോകം ഭയക്കുന്നത് ഒന്നിനെയാണ്, മൊജ്തബയുടെ നിലപാടുകളെ. അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് മൊജ്തബ. ഖമേനിയേക്കാൾ ഹാർഡ് ലൈനറായ ഒരു നേതാവ് എന്നാണ് അദ്ദേഹം പറയപ്പെടുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയോടും മിസൈൽ സാങ്കേതിക വിദ്യയോടും അദ്ദേഹത്തിനുള്ള താല്പര്യം ലോകരാജ്യങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കും, ലെബനനിലെ ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇനി ചലിക്കുന്നത് മൊജ്തബയുടെ വിരൽത്തുമ്പിലായിരിക്കും. കേവലം ഇറാനിലെ മാറ്റമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ വലിയ കൊടുങ്കാറ്റിന്റെ തുടക്കമാണ് ഇത്. നിഴലിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തുന്ന മൊജ്തബയ്ക്ക് ഇറാന്റെ ഭാവിയെ എങ്ങോട്ട് നയിക്കാൻ കഴിയുമെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം.